ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെ സ്ക്വയർ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ആദ്യം 12ന്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമുക്ക് 2 ഡിജിറ്റാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യമേ ഈ രണ്ടാമത്തെ ഡിജിറ്റിൻ്റെ സ്ക്വയർ എടുത്ത് ഇവിടെ എഴുതുക. അപ്പോൾ ടു ഡിജിറ്റായിട്ട് വേണം എഴുതാൻ. 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 4, അപ്പോൾ നമ്മൾ 0 4 എന്ന് എഴുതണം. 1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 0 1 തന്നെ. ഇനി 2 ഇൻറ്റു 1 ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ 2 1s are 2, 2 2s are 4. ആ 4 എടുത്ത് ഇവിടെ എഴുതി. അതായത് ഇപ്പോൾ നമ്മൾ ഇതിനെ എന്നും ബി എന്നും വിളിച്ചു കഴിഞ്ഞാൽ എ സ്ക്വയർ ഇവിടെ എഴുതണം, ബി സ്ക്വയർ ഇവിടെ എഴുതണം, 2ab ഇവിടെ എഴുതണം. ഒരു ഡിജിറ്റ് വിട്ടിട്ട് വേണം എഴുതാൻ. എന്നിട്ട് ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് സ്ക്വയർ എന്ന് പറയുന്നത്. 27 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 7 സ്ക്വയർ 49, 2 സ്ക്വയർ 04, 2 2s are 4, 4 7s are 28. ആ 2 ഇവിടെ 8 ഇവിടെ, ഈ സ്പേസിൽ നമ്മളൊന്നും എഴുതാൻ പാടില്ല. എന്നിട്ട് ഇവിടെ എന്ത് വരും, അപ്പോൾ ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ 729. 27 സ്ക്വയർ ഈക്വൽ ടു 729. 32 സ്ക്വയർ അതേപോലെ 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 3 2s are 6, 6 2s are 12, 12 ഇവിടെ എഴുതി. ഇത് തമ്മിൽ പ്ലസ് ചെയ്തിട്ട് ഇവിടെ എഴുതി. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇനി അടുത്തത് സ്ക്വയർ ഓഫ് നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ്. 49 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 9 സ്ക്വയർ ഇവിടെ എഴുതുക 81, 4 സ്ക്വയർ 16 ഇവിടെ എഴുതുക. പിന്നെ 9 4s are 36, 36 ഇൻറ്റു 2 72 ഇവിടെ എഴുതുക. എന്നിട്ട് ഇതിനെ തമ്മിൽ പ്ലസ് ചെയ്യുക. ഈ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ ഒന്നും എഴുതാൻ പാടില്ല. ഈ 72 എന്ന് പറയുന്നത് 2 ഇൻറ്റു 4 ഇൻറ്റു 9 ആണ്. അത് ഇവിടെ എഴുതുക. അപ്പോൾ 1, 8 + 2 10, അതിൻ്റെ ക്യാരി ഓവർ ഇങ്ങോട്ട് കൊടുക്കുക. 6 + 1 7, 7 + 7 14, 1 + 1 2. 49 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2401 ആണ്. 56 സ്ക്വയറും അതേപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 6ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ, പിന്നെ 2 ഇൻറ്റു 5 ഇൻറ്റു 6. ഇതും അതേപോലെ തന്നെ ഇവിടെ 4 സ്ക്വയർ എഴുതും, ഇവിടെ 6 സ്ക്വയർ എഴുതും, ഇവിടെ 2 ഇൻറ്റു 4 ഇൻറ്റു 6. ഇതെല്ലാം അതേപോലെ തന്നെയാണ്. ഇനി ഒരു വ്യത്യാസം വരുന്നത് 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ ബി ആയിട്ടും ആദ്യത്തെ 2 ഡിജിറ്റിനെയാണ് എ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 4ന്റെ സ്ക്വയർ 16, 10ന്റെ സ്ക്വയർ 100, 2 ഇൻറ്റു 10 ഇൻറ്റു 4 80. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അതേപോലെ പ്ലസ് ചെയ്യുക. 131 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1നെ നമ്മൾ ബി ആയിട്ട് എടുക്കും, 13നെ നമ്മൾ എ ആയിട്ട് എടുക്കും. 1 സ്ക്വയർ ഇവിടെ എഴുതും, 0 1 എന്ന് എഴുതും, കാരണം 2 ഡിജിറ്റ് വേണം നമുക്ക്. ഇനി 13 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 169. പിന്നെ 2 ഇൻറ്റു 13 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 26. അത് ഇവിടെ എഴുതുക, തമ്മിൽ പ്ലസ് ചെയ്യുക. സ്ക്വയർ ഓഫ് നമ്പേഴ്സ് എൻഡിങ് വിത്ത് 5. 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി ട്രിക്കാണിത്. 35 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് 5 സ്ക്വയർ എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക 25. പിന്നെ 3 ഇൻറ്റു നെക്സ്റ്റ് നമ്പർ, 3ന്റെ നെക്സ്റ്റ് നമ്പർ 4 അല്ലേ, അപ്പോൾ 3 ഇൻറ്റു 4 വരുമ്പോഴത്തേക്കും 12. അപ്പോൾ 12 25 ആണ് ആൻസർ. 75 സ്ക്വയർ എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 8 56, പിന്നെ 5 സ്ക്വയർ 25, 5 6 2 5. ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമില്ല, നേരെ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. 25 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3 6, 5 സ്ക്വയർ 25, 625 വരും. എന്തായാലും ലാസ്റ്റ് 25 ആയിരിക്കും. അതിന് മുമ്പുള്ളത് അതിന് മുമ്പത്തെ നമ്പർ ഇൻറ്റു നെക്സ്റ്റ് നമ്പർ. 85 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 8 ഇൻറ്റു 9 72, പിന്നെ 5 സ്ക്വയർ 25. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി ട്രിക്ക് എന്ന് പറയുന്നത്.